യേശുവിന്റെ സ്നേഹം നിറഞ്ഞ മക്കളുടെയും ശുശ്രൂഷകളുടെയും എല്ലാവരുടെയും സ്നേഹാശംസകളും പ്രാർത്ഥനകളും ആദ്യക്ക് നൽകുകയാണ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയേക്കാൾ ഇച്ചിരൂടെ നല്ലതായിട്ട് ചെയ്യണം എന്നുള്ള ഒരു തീക്ഷ്ണമായ ആഗ്രഹം കൂടെ ഉണ്ടാകണം. അപ്പോഴായിരിക്കും നമ്മുടെ ജീവിതത്തിന് ഒരു വലിയൊരു ഉയർച്ച ഉണ്ടാകുന്നത്. അപ്പൊ അച്ഛൻ ആദ്യക്ക് വേണ്ടി 2 വാക്ക് പറയും. ഇതിന്റെ പിന്നിലുള്ള MSW കുറിച്ച് കൂടുതലായിട്ട് പറയാൻ പറ്റും. ഞാനത് പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ദൈവം എനിക്ക് നൽകിയ ഒരു സന്ദേശപ്രകാരം ഇതിന്റെ വിശദാംശങ്ങൾ ഓരോ നിമിഷവും എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് സ്ത്രീകളുടെ സെല്ലിൽ നിന്ന് ഒരു സംഘം ആൾക്കാര് ഓരോ പണിക്ക് വാഴയ്ക്ക് വെള്ളം ഒഴിക്കാനും അതുപോലെ മറ്റു പല പണികൾക്കും വരാറുണ്ട്. അപ്പൊ അവരെല്ലാം അയച്ചുകൊണ്ടിരുന്നത് ഈ ആൽഫിയാണ്. ആൽഫി അതോടൊപ്പം അവരുടെ ഫോട്ടോ എടുക്കുകയും ഒരു ജോലി ചെയ്യുന്നതെല്ലാം ഫോട്ടോ എടുക്കുകയും ഇതെല്ലാം പോസ്റ്റ് ചെയ്യുകയും ചെയ്യാറുണ്ട്. ഏതായാലും സഹോദരിയുടെ ഇവിടുത്തെ ശുശ്രൂഷ ഇനിയും തുടരും. അത് ഏത് രീതിയിലായിരിക്കും, ഔദ്യോഗികമായ രീതിയിൽ കൂടുതൽ ഒരു പ്രയോജനപ്രദമായ രീതിയിൽ തുടരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഇവർക്കൊക്കെ ഒത്തിരി പ്രതീക്ഷകളുണ്ട്, സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നത്തിന്റെ ഭാഗമായിട്ട് നമ്മളും മാറി. ഇനിയും അവരുടെ സ്വപ്നങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ അവരുടെ ജീവിതം നന്നായി വരട്ടെ, ഈ ലോകത്തിന് നന്മ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ കൂടുതലായി സഹോദരി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്ക് ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ മോൻസി 2 വാക്ക് പറഞ്ഞായിരിക്കും. ആൽഫിയെപ്പറ്റി എല്ലാവർക്കും അറിയാം. ഒത്തിരി ആരുടെ ദേഷ്യപ്പെട്ട് കാണാത്തൊരു വ്യക്തിത്വമാണ്. ഇവിടെ എന്ത് കാര്യം പറഞ്ഞാലും ചിരിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും സ്വീകരിക്കുന്ന ഒരു മനോഭാവമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ആരുടെ അങ്ങനെ പ്രത്യേകിച്ച് കയർക്കുകയോ ദേഷ്യപ്പെടുകയോ ആരും ആൽഫിയെപ്പറ്റി ഒരു പരാതി പറയുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. അതിനകത്ത് മറ്റുള്ളവരെ പറ്റി പരാതി പറഞ്ഞിട്ടുണ്ട് എന്നല്ല, വേറെ 3 പേരുണ്ട്, അവരെപ്പറ്റി ഉണ്ടെന്നല്ല. പക്ഷേ ആൽഫിയെപ്പറ്റി അങ്ങനെ നല്ലൊരു വ്യക്തിത്വം കാത്തു സൂക്ഷിക്കാൻ ആൽഫിക്ക് സാധിച്ചു. ആൽഫിയുടെ ജീവിതയാത്രയിൽ എല്ലാ പ്രാർത്ഥനാ സഹായങ്ങളും പ്രാർത്ഥനാ മംഗളങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ആൽഫിയെ കുറിച്ച് പറഞ്ഞാല് ആൽഫിയുടെ ഓരോ പ്രാർത്ഥനാ സഹായങ്ങളും ആൽഫി എന്നോട് നേരിട്ട് പറയുമ്പോൾ ഞാനത് തീർച്ചയായും പ്രാർത്ഥിക്കാറുണ്ട്. ആൽഫിയെ ഞാൻ പോയാലും പ്രാർത്ഥനയിൽ ഓർക്കുന്നതായിരിക്കും, ഒരിക്കലും മറക്കുകയില്ല. നല്ല ഭാവി ഉണ്ടാകട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഒരുപാട് സന്തോഷമുണ്ട്, അതുപോലെ തന്നെ സങ്കടമുണ്ട് പോകുന്നതില്. 1 വർഷമായി ഇവിടെ വന്നിട്ട്, പക്ഷെ പുറകോട്ട് നോക്കുമ്പോൾ 1 വർഷമായെന്ന് തോന്നുന്നില്ല. പെട്ടെന്ന് 1 വർഷം കടന്നുപോയ പോലെ തോന്നി. ഈ 1 വർഷത്തിൽ ഏറ്റവും കൂടുതൽ സമയം ഞാൻ ചെലവഴിച്ചത് ഇവിടെ നവജീവന്റെ മക്കളോടൊപ്പമായിരിക്കും. ക്രിസ്മസിനാണെങ്കിലും ഓണത്തിനും പെസഹായ്ക്കും എല്ലാം നവജീവന്റെ മക്കളോടൊപ്പമായിരുന്നു 1 വർഷം. ഇനി അങ്ങനത്തെ ഒരു ഭാഗ്യം കിട്ടുമെന്ന് അറിയില്ല. എന്തായാലും കിട്ടിയ സമയമെല്ലാം നന്നായിട്ട് ചെലവഴിച്ചെന്ന് തോന്നുന്നുണ്ട്. പിന്നെ കുറെ പഠിക്കാൻ പറ്റി. നെഗറ്റീവ്സ് ആണെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും കുറെ പഠിക്കാൻ പറ്റി. പിന്നെ വോളണ്ടിയേഴ്സും എല്ലാവരും സ്വന്തം മക്കളെ പോലെയും അവരുടെ കൊച്ചുമക്കളെ പോലെയൊക്കെ കാണുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും തുടർന്നും എല്ലാവരും പ്രാർത്ഥിക്കണം. എന്റെ പ്രാർത്ഥനയും ഞാനും എല്ലാവരും ഓർക്കുന്നു. ആൽഫിക്ക് നവജീവന്റെ ഒരു സ്നേഹസൂചകമായിട്ട് ഉപഹാരം കൊടുക്കുന്നതാണ്.